നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വരും ദിവസങ്ങളിൽ കേരളത്തിൽ ട്രെയിൻ സർവീസുകൾക്ക് നിയന്ത്രണം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനെ തുടർന്നാണ് ട്രെയിൻ സർവീസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചില ട്രെയിൻ സർവീസുകൾ ഭാഗികമായി റദ്ദാക്കുകയും മറ്റു ചിലത് വഴിതിരിച്ചുവിടുകയും ചെയ്യുമെന്ന് റെയിൽവേ അറിയിച്ചു. ജൂലൈ 6-7 തീയതികളിൽ പരശുറാം എക്സ്പ്രസ് തിരുവനന്തപുരം വരെ മാത്രമേ സർവീസ് നടത്തുകയുള്ളൂ. ഷൊർണൂർ ജംഗ്ഷൻ തൃശൂർ പാസഞ്ചറിന്റെ ജൂലൈ 19, 28 എന്നീ ദിവസങ്ങളിലെ സർവീസ് പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. ജൂലൈ 9-നുള്ള തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് വള്ളിയൂരിനും തിരുവനന്തപുരത്തിനുമിടയിൽ സർവീസ് നടത്തില്ല. ഇതിനു പുറമെ ജൂലൈ 25-നുള്ള MGR ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ സർവീസ് കോട്ടയത്ത് അവസാനിക്കും. തിരുവനന്തപുരം സെൻട്രൽ MGR ചെന്നൈ സൂപ്പർഫാസ്റ്റ് 26-ന് കോട്ടയത്ത് നിന്നാണ് സർവീസ് ആരംഭിക്കുക. ജൂലൈ 29-ന് തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജൂലൈ 7-8 തീയതികളിൽ കന്യാകുമാരി മംഗളൂരു പരശുറാം എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്നാണ് സർവീസ് ആരംഭിക്കുക. ജൂലൈ 19-നുള്ള എറണാകുളം ജംഗ്ഷൻ ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസിന്റെ സമയക്രമത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. വൈകിട്ട് 5:10-ന് പകരം 6:50-നാണ് ട്രെയിൻ യാത്ര തിരിക്കുക. അതേസമയം ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ ലഭ്യമാക്കുന്ന റെയിൽ വൺ ആപ്പ് സേവനം തുടങ്ങിയിരിക്കുകയാണ്. സേവനങ്ങൾ അറിയുന്നതിനൊപ്പം യാത്രക്കാരുടെ പരാതികൾ അറിയിക്കാനും ആപ്പിൽ സൗകര്യമുണ്ട്. റെയിൽ വൺ ആപ്പ് ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. അൺറിസർവ്ഡ് ടിക്കറ്റുകൾ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും റെയിൽ വൺ ആപ്പിൽ ലഭ്യമാണ്. കൂടാതെ ഉപയോക്താക്കൾക്ക് ഇനി വ്യത്യസ്ത ഇന്ത്യൻ റെയിൽവേ സേവനങ്ങൾക്കായി വെവ്വേറെ ആപ്ലിക്കേഷനുകൾ ആവശ്യമില്ല എന്ന പ്രത്യേകതയുമുണ്ട്.